ഹായ് ഓൾ, നമുക്ക് മൂന്നിന്റെ കുറച്ച് ഡിവിഷൻ ചെയ്ത് നോക്കിയാലോ. സാർ ഇവിടെ 3 ക്വസ്റ്റ്യൻസ് ഇട്ടിട്ടുണ്ട്, എല്ലാവരും നന്നായിട്ട് നോക്കിക്കോ. ഒന്നാമത്തെ ചോദ്യം സിമ്പിൾ ആണ്. 693-നെ 3 കൊണ്ട് ഹരിക്കണം. മക്കളെ, 693-നെ 6 കൊണ്ട് ഹരിക്കാൻ ആദ്യം സാർ എന്ത് ചെയ്യണം? 6-നെ 3 കൊണ്ട് ഹരിക്കണം. ആദ്യ സംഖ്യ എടുക്കുക. 6-ൽ എത്ര 3 ഉണ്ട് നോക്കി. 3ന്റെ പട്ടിക ചൊല്ലിയ സാറിന് അറിയാം. ഒരു 3 3 2 3 ആണ് 6. എത്ര 3 ആണ് മക്കളെ? 6. 2 3 ആണ് 6. അപ്പൊ സാറ് മുകളിൽ എന്ത് എഴുതി? 2 എന്ന് എഴുതി. 2 ഗുണിക്കണം 3 എത്രയാണ്? 6 ആണ്. 6 ഇവിടെ എഴുതി. ഇനി സാർ ഇവിടെ ഇങ്ങനെ വരച്ചു. എന്നിട്ട് ഈ 6-ന്ന് 6 കുറച്ചു. 6 4 കുറച്ചാൽ എത്രയാണ്? 0 കുറയ്ക്കുകയാണ് ചെയ്യേണ്ടത് കേട്ടോ. 6 4 കുറച്ചു, എത്ര കിട്ടി? 0 എന്ന് കിട്ടി. അതിനുശേഷം തൊട്ടിപ്പുറത്തെ സംഖ്യ ആയിട്ടുള്ള എന്ത് താഴത്തേക്ക് ഇറക്കിയിട്ടു? 9-നെ താഴത്തേക്ക് ഇറക്കിയിട്ടു. ഓക്കെ ആണ്. ഇനി 9-നെ 3 കൊണ്ട് ഹരിക്കണം. 9-ൽ എത്ര 3 ഉണ്ട് നോക്കണം. വീണ്ടും പട്ടിക കൊണ്ട് ചൊല്ലി നോക്കിയാലോ. ഒരു 3 3 2 3 6 3 3 ആണ് എത്ര മക്കളെ? 9. അപ്പൊ സാറ് മുകളിൽ എന്ത് എഴുതണം? 3 3 3 എത്രയാണ്? 9. അത് താഴത്തതുപോലെ എഴുതി. സാർ ഇങ്ങനെ വരച്ച് ഈ 9 9 എന്ത് ചെയ്യണം? കുറയ്ക്കണം. 9 9 കുറച്ച് എത്രയാണ് മക്കളെ? 0. ഓക്കെ ആണ്. ഇനി എന്താ ഇറക്കിടാനുള്ളത്? 6 കഴിഞ്ഞു, 9 കഴിഞ്ഞു. ഈ 3-നെ താഴത്തേക്ക് ഇറക്കണം. 3-നെ സാർ താഴത്തേക്ക് ഇറക്കിയിട്ടു. 3-ൽ എത്ര 3 ഉണ്ട് നോക്കി. 3-ൽ എത്ര 3 ഉണ്ട്? നമുക്കറിയാം ഒരു 3 ആണെന്ത്? 3. അപ്പൊ സാർ ഇവിടെ മുകളിൽ 1 എന്ന് എഴുതി. ഒരു 3 എത്രയാണ്? 3. 3-ന്ന് 3 കുറച്ചു. 3-ന്ന് 3 കുറച്ച് എത്രയാണ്? 0. ശിഷ്ടം 0 കിട്ടി. ഉത്തരം എന്ത് കിട്ടി? 693 ഹരിക്കണം 3 231 എന്ന് കിട്ടി. ഓക്കെ ആണ്. അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ. 8532 ഹരിക്കണം 3 എന്നാണ്. നോക്കാം. ആദ്യം 8-നെ 3 കൊണ്ട് ഹരിച്ചു. 8-ൽ എത്ര 3 ഉണ്ടെന്ന് നോക്കി. ഒരു 3 3 2 3 6 3 3 എത്രയാ മക്കളെ? 9 ആണ്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കണം. ഒരു 3 3 ആണ്, 2 3 6 ആണ്, 3 3 എന്താണ്? 9 ആണ്. ആ 9 8-നേക്കാൾ വലുതാണ്. 9 എന്താണ്? 8-നേക്കാൾ വലുതാണ്. അപ്പൊ നമുക്ക് 9 എടുക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ തൊട്ട് താഴെ വരുന്നത് എന്താണ്? 6 ആണ്. 3-ന്റെ പട്ടികയിൽ 8-ന്റെ തൊട്ട് താഴെ വരുന്നത് ആരാണ്? 6 ആണ്. എത്ര 3 ആണ്? 6. 2 3 ആണ് 6. അപ്പൊ നമ്മൾ എഴുതി 2 3 2 ഗുണിക്കണം 3 എത്രയാണ്? 6 എന്ന് എഴുതി. എന്നിട്ട് സാറ് വരച്ചു. എന്നിട്ട് എന്ത് ചെയ്തു? 8-ന്ന് 6 കുറച്ചു. 8-ന്ന് 6 കുറച്ചാൽ എത്രയാ മക്കളെ? 2 അല്ലേ? ആ 2-നെ ഇവിടെ എഴുതി. ഓക്കെ ആണ്. 2-നെ 3 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ? ഇല്ല. 2 ചെറുതും 3 വലുതുമാണ്. പറ്റില്ല. അപ്പൊ തൊട്ടപ്പുറത്തെ സംഖ്യ ആയിട്ടുള്ള 5-നെ സാറ് താഴത്തേക്ക് ഇറക്കി. 25-ൽ എത്ര 3 ഉണ്ട് നോക്കി. വീണ്ടും പട്ടിക എടുത്ത് ചൊല്ലി നോക്കിയാലോ. ഒരു 3 3 2 3 6 3 3 9 4 3 12 5 3 15 6 3 18 7 3 21 8 3 24. മക്കളെ ശ്രദ്ധിക്കണേ. 8 3 24 ആണ്. 8 3 എത്രയാണ്? 24 ആണ്. 9 3 27 ആണ്. പക്ഷേ 9 3 എടുക്കാൻ പറ്റുമോ? ഇല്ല. കാരണം നമുക്ക് എന്ത് വന്നാൽ മതി? 25 ആണ് വേണ്ടത്. പക്ഷെ 25 3-ന്റെ പട്ടികയിൽ ഇല്ല. അപ്പൊ തൊട്ട് താഴെ വരുന്ന ആരാണ്? 8 3 24 ആണ്. അപ്പൊ സാർ എന്തെടുത്തു? 8 3 എത്രയാണ്? 24 എന്നെടുത്തു. ഓക്കെ ആണ്. കുറച്ചാലോ. 25-ന്ന് 24 കുറച്ചാൽ എത്രയാടാ? 1 അല്ലേ? 1 അതുപോലെ എഴുതി. 25 24 കുറച്ച് എത്രയാണ്? 1. 1 അതുപോലെ എഴുതി. ഇനി സാർ അടുത്ത സംഖ്യ താഴത്തേക്ക് ഇറക്കണ്ടേ. ഏതാ സംഖ്യ? 3. 3-നെ താഴത്തേക്ക് ഇറക്കി. 13. 13-ൽ എത്ര 3 ഉണ്ട്? വീണ്ടും പട്ടിക ഒന്ന് ചൊല്ലിയാലോ. ഒരു 3 3 2 3 6 3 3 9 4 3 12. മക്കളെ ശ്രദ്ധിക്കണേ. 4 3 12 ആണ്. 5 3 എത്രയാണ്? 15 ആണ്. 5 3 എടുക്കാൻ പറ്റുമോ? ഇല്ല. കാരണം 13-നേക്കാൾ കൂടിയത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? 4 3 എടുക്കണം. 4 3 എത്രയാണ്? 12. കുറയ്ക്കാം. 13 12 പോയാൽ 1. ഓക്കെ ആണ്. 1-നെ 3 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ? ഇല്ല. തൊട്ടപ്പുറ സംഖ്യ ആയിട്ടുള്ള എന്തിനെ താഴത്തേക്ക് ഇറക്കി? 2-നെ താഴത്തേക്ക് ഇറക്കി. 12-ൽ എത്ര 3 ഉണ്ട്? ഒരു 3 3 2 3 6 3 3 9 4 3 12. മക്കളെ 4 3 എത്രയാണ്? 12. 12 12 പോയി കഴിഞ്ഞാൽ 0. ഓക്കെ ആണ്. അപ്പൊ ഉത്തരം എത്ര കിട്ടി? 2844 എന്ന് കിട്ടി. 8532-നെ 3 കൊണ്ട് ഹരിച്ചപ്പോ 2844 എന്ന് കിട്ടി. ഓക്കെ ആണ്. ഇത് രണ്ടും ചേർന്ന് നിങ്ങൾ മൂന്നാമത്തെ കണക്കൊന്ന് ശ്രദ്ധിക്കണം.
അപ്പൊ പലപ്പോഴും തെറ്റാൻ പോകുന്ന ഒരു സാധ്യതയുള്ള ഒരു കണക്കാണ്. നോക്കിക്കോട്ടോ. 3നെ 3 കൊണ്ട് ഹരിച്ചു. നമുക്കറിയാം 3ൽ എത്ര 3 ഉണ്ട്? ഒരു 3 ആണ് 3. ഓക്കെ ആണ്. 3 3 കുറച്ചപ്പോ എത്ര കിട്ടി? 0 എന്ന് കിട്ടി. അതും ശരിയാണ്. അടുത്തതായിട്ടുള്ള സംഖ്യ നമുക്ക് ഇറക്കാനുള്ളത് ആരാണ്? 1. ആ 1നെ ഇറക്കി. 1നെ ഇറക്കി ഈ 1നെ 3 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ? ഇല്ല. കാരണം 1 ചെറുതും 3 വലുതുമാണ്. അപ്പൊ ഇറക്കിയ ആളെ കൊണ്ട് ഹരിക്കാൻ കഴിയുന്നില്ലെങ്കിൽ മക്കളെ, ഇറക്കിയിട്ടയാളെ കൊണ്ട് ഹരിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഒരു 0 മുകളിലേക്ക് കയറ്റിയിടണം. അതിനുശേഷമേ തൊട്ടടുത്തയാളെ എന്ത് ചെയ്യാവൂ? ഇറക്കിയിടാവൂ. അപ്പൊ 1നെ നമ്മൾ ഇറക്കി 1നെ 3 കൊണ്ട് ഹരിക്കാൻ കഴിയുന്നില്ല. നമ്മളൊരു 0 കയറ്റിയിട്ടു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തു? അടുത്ത ആളെ ഇറക്കിയിട്ടു. 15. 15ൽ എത്ര 3 ഉണ്ട്? ഒരു 3 3, 2 3 6, 3 3 9, 4 3 12, 5 3. മക്കളെ 5 3 എന്താണ്? 15 ആണ്. 15 15 കുറച്ചപ്പോ എന്ത് കിട്ടി? ഉത്തരം 0. അപ്പൊ ആൻസർ എന്ത് കിട്ടി? 315 ഹരിക്കണം 3 എത്രയാണ്? 105. ഓക്കെ ആണല്ലോ? 3 കണക്കും സെറ്റ് ആണല്ലോ? ഓക്കെ.